പ്രഭാഷകൻ 44 അധ്യായം. കർത്താവ് ആദ്യം മുതൽ തന്നെ മഹത്തുക്കൾക്കും പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് എന്ത്? തൻ്റെ പ്രതാപവും മഹത്വവും. 2. പൂർവ്വപിതാക്കന്മാരുടെ ഐശ്വര്യം നിലനിൽക്കുന്നത് ആരിൽ? അവരുടെ പിൻഗാമികളിൽ. പൂർവ്വപിതാക്കന്മാരുടെ അവകാശം നിലനിൽക്കുന്നത് ആരിൽ? അവരുടെ മക്കളുടെ മക്കളിൽ. 3. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. എന്നാൽ ഉടമ്പടികൾക്ക് വേണ്ടി നിലനിൽക്കുന്നത് ആര്? നിലകൊള്ളുന്നത് ആര്? പൂർവ്വപിതാക്കന്മാരുടെ മക്കൾ. 6. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ ഡാഷ് മാഞ്ഞു പോവുകയില്ല. എന്ത്? പ്രതാപം. പൂർവ്വപിതാക്കന്മാരുടെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ആര്? ജനതകൾ. പൂർവ്വപിതാക്കന്മാരെ പ്രകീർത്തിക്കുന്നത് ആര്? സമൂഹം. 9. കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് ആര്? ഹെനോക്ക്. എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയാണ് ആര്? ഹെനോക്ക്. തികഞ്ഞ നീതിമാനായിരുന്നു ആര്? നോഹ. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. ആര്? നോഹ. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. ആരുമായി? നോഹയുമായി. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു ഡാഷ് അബ്രാഹം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. ആർക്ക്? അബ്രാഹത്തിന്. സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് ആര്? അബ്രാഹം. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം തെളിയിച്ചത് എന്ത്? വിശ്വസ്തത. കർത്താവ് ശപഥം ചെയ്തത് ആര് വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്? അബ്രാഹത്തിൻ്റെ സന്തതി വഴി. ഭൂമിയിലെ മണൽത്തരി പോലെ കർത്താവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരെ? അബ്രാഹത്തെ. അബ്രാഹത്തിൻ്റെ സന്തതികൾ പെരുകുന്നത് എങ്ങനെ? ആകാശത്തിലെ നക്ഷത്രം പോലെ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുന്നത് ആര്? അബ്രാഹത്തിൻ്റെ സന്തതികൾ. പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്ക്? ഇസഹാക്കിന്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും കർത്താവ് ആരുടെ ശിരസിലാണ് വെച്ചത്? യാക്കോബിൻ്റെ ശിരസിൽ. കർത്താവ് അംഗീകരിച്ച് പൈതൃകാവകാശം നൽകിയത് ആർക്ക്? യാക്കോബിന്. കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായാണ് ഭാഗിച്ചു കൊടുത്തത്? 12 ഗോത്രങ്ങൾക്ക്.